ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ബിഗിനേഴ്സ് ഇംഗ്ലീഷ്, അതായത് തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പം ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഹൂവും വാട്ടുമാണ്. വാട്ട് ഈസ് എ കാർ എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇന്ന് നമ്മൾ കുറച്ച് വെർബുകൾ, അതായത് കുറച്ച് ക്രിയകൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, എന്നിട്ട് അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് നമ്മൾ അതുവഴി പഠിക്കും. ഇത് ഇംഗ്ലീഷിൻ്റെ ബേസാണ്. ഇതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കറക്റ്റായിട്ട് ഇംഗ്ലീഷ് അറിയണമെങ്കിൽ, പറയണമെങ്കിൽ ഇതറിഞ്ഞേ പറ്റും. അല്ലെങ്കിൽ അത്യാവശ്യത്തിന് നമുക്ക് പലതും പറഞ്ഞു പോകാം. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഈറ്റ്, തിന്നുക. ഏറ്റ്, തിന്നു. ATE. ബൈ, വാങ്ങിക്കുക. ബാട്ട്, BOUGHT. ബാട്ടെന്ന് വേണം വായിക്കണം. ബൈ, വാങ്ങിക്കുക. ബാട്ട്, വാങ്ങിച്ചു. വാക്ക്, നടക്കുക. വാക്ട്, നടന്നു. റൺ, ഓടുക. റാൻ, ഓടി. റൈറ്റ്, എഴുതുക. റോട്ട്, എഴുതി. കം, വരിക. കെയിം, വന്നു. അപ്പം ഇത്രയുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ലെറ്റ് us സ്റ്റാർട്ട്. ഇനി നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടാവാനാണ്, അല്ലേ? ചെയ്യുന്ന ഒരാളുണ്ടാവും. ഐ, ഞാൻ, അല്ലെങ്കിൽ യു, നീ അല്ലെങ്കിൽ നിങ്ങൾ. വി, നമ്മൾ. ദേ, അവർ. ഇങ്ങനത്തെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ വെർബുകളെല്ലാം തന്നെ, ഈ ക്രിയകളെല്ലാം തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് അതുമായിട്ട് ചേർത്ത് ഉപയോഗിക്കാം. വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഐ ഈറ്റ് എ മാംഗോ, ഞാനൊരു മാങ്ങ തിന്നുന്നു. ദേ ബൈ വീറ്റ്, അവർ ഗോതമ്പ് വാങ്ങിക്കുന്നു. WHEAT, വീറ്റ്, ഗോതമ്പ്. ഐ വാക്ക് ഡെയിലി, ഞാൻ എല്ലാ ദിവസവും നടക്കുന്നു. ദേ റൺ ഡെയിലി, അവർ എല്ലാ ദിവസവും ഓടുന്നു. ഐ റൈറ്റ് എ ലെറ്റർ, ഞാനൊരു ലെറ്റർ എഴുതുന്നു. ദേ കം എവറി ഡേ, അവരെല്ലാ ദിവസവും വരുന്നു. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈറ്റ്, ബൈ, വാക്ക്, റൺ, റൈറ്റ് ഇങ്ങനെയുള്ള ക്രിയകളോട് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാം. അതിനകത്ത് ഏതൊരു വ്യത്യാസമില്ല. നമുക്ക് ഏതറിയാമോ ഇതിൻ്റെ കൂടെ സബ്ജക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ പ്രവൃത്തിയെപ്പറ്റി പറയുന്നതായിട്ട് വരും. അതാണ് എൻ്റെ ബേസ്. ഇനി ഈ സബ്ജക്റ്റുകളല്ലാതെ ഒരാൾ, അതായത് ഹി, അവൻ, ഷീ, അവൾ, ഇറ്റ്, അത്, പിന്നെ അല്ലെങ്കിൽ ഒരാളിൻ്റെ പേര്, ഇങ്ങനെ വരുന്ന അവസരത്തിൽ ഈ പറഞ്ഞ ക്രിയകളുടെ കൂടെ ഈറ്റ്, ബൈ, വാക്ക്, റൺ, റൈറ്റ്, കം ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരു എസ് കൂടെ ചേർത്ത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അതാണ് എൻ്റെ റൂൾ. അതായത് ഇവിടെ ഐ ഈറ്റ് എ മാംഗോ എന്നിടത്ത് ഹി ഈറ്റ്സ് ആവും. ഹി വന്നു കഴിയുമ്പോൾ ഈറ്റ്സ് ആയിട്ട് മാറും. ഇനി ഹി ബൈസ് എന്നായിട്ട് മാറും. ഇവിടെ വാക്കിൻ്റെ സ്ഥാനത്ത് ഷീ അല്ലെങ്കിൽ ഹി വരുമ്പോൾ ഷീ വാക്സ് എന്നായിട്ട് മാറും. രാ റൺസ്, ഹി റൈറ്റ്സ്, റൈറ്റ് അല്ല റൈറ്റ്സ്. അപ്പോൾ ഏകവചനമാണ് നമ്മൾ ഫ്രണ്ടിൽ വരുന്ന സബ്ജക്റ്റ് എങ്കിൽ ആ വരുന്ന ക്രിയകളുടെ കൂടെ ഒരു എസ് കൂടെ ചേർക്കുന്നത്. അതായത് ആ ക്രിയകളെ ഏകവചനമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണ്. സാധാരണ ക്രിയകളെല്ലാം നമ്മൾ ബഹുവചനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ എസ് ചേർത്താൽ ഏകവചനമാവും എന്നാണ് ഇംഗ്ലീഷിൻ്റെ റൂൾ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഹി ഒരാളാണ്. ഇപ്പം ഈറ്റ് എന്ന് പറയുന്നത് ബഹുവചനമാണ്. ഒരു എസ് കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഏകവചനമാവും, സിംഗിൾ ആവും. അപ്പം ഹി ഈറ്റ്സ് ആവും. അതാണ് ഇതിൻ്റെ റൂൾ. അപ്പം ഇത്രയുമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ഈ മിക്കവാറും എല്ലാ വെർബിൻ്റെ കൂടെയും ക്രിയയുടെ കൂടെയും ഒരു എസ് ചേർത്താൽ ഇങ്ങനെ അത് മാറിക്കിട്ടും. അതേസമയം ചിലത്, ഉദാഹരണത്തിന് ഗോ, അതിൻ്റെ കൂടെ എസ് അല്ല ES ആണ് ചേർക്കേണ്ടത്. ഐ ഗോ ടു സ്കൂൾ, ഹി ഗോസ് ടു സ്കൂൾ എന്നാണ് പറയുന്നത്. അങ്ങനെ കുറച്ചുണ്ട്. അത് നമുക്ക് പതുക്കെ പഠിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എല്ലാം നമ്മൾ പാസ്റ്റ് പറഞ്ഞു, കഴിഞ്ഞു പോയ കാര്യം. ഈറ്റ്, തിന്നുക. ഏറ്റ്, തിന്നു. അപ്പം അങ്ങനത്തെ വരുമ്പോഴത്തേക്ക് ഒരു പ്രയാസമില്ലാതെ അത് ഡയറക്റ്റായിട്ട് അങ്ങ് ഉപയോഗിക്കാം. കാരണം അതിനകത്ത് വ്യത്യാസങ്ങളൊന്നും ഇല്ല. ഹി ഏറ്റ് എ മാംഗോ, അവനൊരു മാങ്ങ തിന്നു. ഇനി വി ബാട്ട് വീറ്റ്, നമ്മൾ ഗോതമ്പ് വാങ്ങിച്ചു. ഇതേപോലെ ദേ വാക്ട്, അവർ നടന്നു.
ഇനി റാൻ ആണെങ്കിലോ ദേ റാൻ, അല്ലെങ്കിൽ ഐ റാൻ, ഹി റാൻ, ഷീ റാൻ. ഏത് വന്നാലും, അതായത് ഐ യു വി ദേ അല്ലെങ്കിൽ ഷീ ഹി ഷീ ഇറ്റ് റാൻ, ഇതിൽ ഏത് വന്നാലും നമുക്ക് ഈ പാസ്റ്റിൽ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം. അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ കുറച്ച് ക്രിയകൾ പഠിച്ചു, അതെങ്ങനെ ഉപയോഗിക്കാമെന്നും പഠിച്ചു. ഇതിലാകെപ്പാടെ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത്. ഫ്രണ്ടിലുള്ള ആ സബ്ജക്റ്റ് ഒറ്റയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ കൂടെ വെർബിൻ്റെ കൂടെ ഒരു വെർബ് എന്ന് പറയുന്ന ക്രിയ, അതിൻ്റെ കൂടെ ഒരു എസ് കൂടെ ചേർത്ത് ഉപയോഗിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കും, ഐ എന്ന് പറയുന്നത് ഒരാളല്ലേ? പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ അടി 2 വര വരച്ചിരുന്നത് അതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിലും ഐയുടെ കൂടെ നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. ദാറ്റ് ഈസ് ആക്ച്വലി ദ റൂൾ ഇൻ ഇംഗ്ലീഷ്. അത് ഇംഗ്ലീഷിൻ്റെ റൂളാണ്. അപ്പം ഇങ്ങനത്തെ ഒരുപാട് റൂളുകൾ ഇതിനകത്തുണ്ട്. ഇതൊക്കെ എൻ്റെ ബേസാണ്. അപ്പോൾ ഇതിലൂടെ ഒന്ന് കടന്നു പോയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ ഭാഷ നമ്മുടെ കയ്യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ signing off. Until meet again with another interesting video. Once again, thank you for all.